ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇതിനൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ഒരു 2 ഗ്രാം ചൈന ഗ്രാസ് വേണം കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് 1/2 കപ്പ് അളവിൽ ഇതിലോട്ട് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ ഒരു ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ചൈന ഗ്രാസിന് പകരം അഗർ പൗഡർ ഉണ്ടെങ്കിൽ അത് നമുക്ക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കാരണം നമ്മൾ ചൈന ഗ്രാസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് അലിയാതെ അങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രാക്സ് ഒഴിവായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് സർവിംഗ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കേ. അധികം ചൂടാറാതെ വേണം നമ്മളത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം പെട്ടെന്ന് തന്നെ ഈ ചൈന ഗ്രാസ് ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ സെർവിങ് ഗ്ലാസ്സസിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുഡിംഗ് ട്രയലോട്ട് ഒഴിച്ചു കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മളതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്കൊരു 2 ടീസ്പൂൺ സബ്ജ സീഡ് ഒന്ന് കുതിർത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1/2 കപ്പ് അളവിൽ റുഹബ്സ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ പുഡിംഗ് എന്ന് പറയുന്നത് റുഹബ്സ പുഡിംഗാണ് കേട്ടോ. ഇപ്പോൾ ഈ നോമ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ വീട്ടിലും റുഹബ്സ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ള ഒരു അടിപൊളി പുഡിംഗ് തന്നെയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ 2 ഗ്രാം അളവിൽ നമ്മൾ ചൈന ഗ്രാസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലോട്ട് മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം തന്നെയല്ല സെക്കൻഡ് ലെയർ. കാരണം ഈ ഒരു റുഹബ്സയിൽ നല്ല മധുരം തന്നെയുണ്ട് കേട്ടോ. ഇനി അറിയാതെ പോലും ആരും മധുരം ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. നന്നായിട്ട് ചൈന ഗ്രാസ് മെൽട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. അധികം ചൂടാറേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മുടെ സെക്കൻഡ് ലെയർ റുഹബ്സ ലെയർ ഉണ്ടല്ലോ അതും കൂടെ ഇതിനോട് ഒഴിച്ചു കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈന ഗ്രാസിൻ്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഡിങ്ങിൻ്റെ ടെക്സ്ചർ തന്നെ മാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചൈന ഗ്രാസിൻ്റെ അളവ് എപ്പോഴും കുറച്ച് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലെയറും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അതിന് ശേഷം തണുപ്പിക്കണമെങ്കിൽ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. തണുപ്പിക്കാതെയും ഇത് സെറ്റായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ റോസൊക്കെ വെച്ചിട്ട് ഈ ചൂടിന് കഴിക്കാൻ പറ്റുള്ള ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പെരുന്നാളിന് ഈ ഒരു പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാവരും എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈദ് ആശംസ നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.